ഹിറ്റ്ലർ വെള്ളക്കാർക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണെന്നാണ് മസ്കിന്റെ AI പറയുന്നത്. അപ്പോൾ ചരിത്രം എത്രമാത്രം തലതിരിയുകയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിറ്റ്ലർ ശരിക്കും നടത്തിയത് ജൂതവംശത്തിന്റെ ഹത്യയാണ്. അത് വെള്ളക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഇനി വരുന്ന തലമുറകളെ പഠിപ്പിക്കുകയാണ്. ഒട്ടോമൻ സാമ്രാജ്യത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് വെള്ളക്കാർക്ക് വേണ്ടി ചെയ്ത മഹത്തായ കാര്യമാണെന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെയാണിത്. ലോകത്ത് വംശഹത്യകളും യുദ്ധങ്ങളും നയിച്ചവർക്കൊക്കെ ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറയാനുണ്ടാകും. അത് മാത്രമാണ് വിജ്ഞാനമായി ലോകത്തിന് മുന്നിൽ എത്തുന്നതെങ്കിലോ? സ്വയം വെള്ളപൂശാൻ ചെമ്പു തകിടുകളിൽ വികല ചരിത്രം എഴുതി കുഴിച്ചിടുകയാണ് മുൻപുള്ള ചക്രവർത്തിമാർ ചെയ്തിരുന്നത്. ഇപ്പോൾ AI-കൾ ആവശ്യാനുസരണം ചരിത്രം നിർമ്മിച്ചു നൽകുകയാണ്. ഹിറ്റ്ലറുടെ കാലത്ത് ജൂതപ്പേരുള്ളവരെല്ലാം വെള്ളക്കാർക്കെതിരായ പോരാളികളായിരുന്നു എന്നാണ് മസ്കിന്റെ AI വിശേഷിപ്പിച്ചത്. ഗ്രോക്കിന്റെ ഒരു കോഡിൽ വന്ന പാളിച്ച കൊണ്ടാണ് ഈ വികല ചരിത്രം വന്നതെന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ബോധപൂർവം ചെയ്താലല്ലാതെ ഇങ്ങനെ ഒരു അബദ്ധം ഏതായാലും ഉണ്ടാകില്ല. AI-ക്ക് പകർന്നു നൽകുന്ന വിവരങ്ങളിൽ നിന്നാണ് ഇപ്പോഴത്തെ കഥകളെല്ലാം ഉണ്ടാകുന്നത്. അതിവേഗം അത് ഉരുക്കഴിക്കാൻ കഴിയുന്നു എന്നതു മാത്രമാണ് AI-യുടെ നേട്ടം. ജനാധിപത്യത്തെ അട്ടിമറിച്ച ശേഷം ഒരു ഏകാധിപതിക്ക് അതാണ് യഥാർത്ഥ ഡെമോക്രസി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. സെക്യുലറിസത്തിന് തെറ്റായ നിർവചനം നൽകി അതാണ് മതേതരത്വം എന്ന് തെറ്റിദ്ധരിപ്പിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന അറിവുകളെ തന്നെയാണ് AI വെല്ലുവിളിക്കുന്നത്.